Hey guys, welcome back to Videos. Guys, ഇന്നത്തെ വീഡിയോയിൽ Who Said It Challenge. Who Said It Challenge. Who Said It Challenge. Who Said It Challenge. വേണ്ട. Who Said It Challenge. ആരാണ് അത് പറഞ്ഞത് എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. ആരാണത് പറഞ്ഞതെന്നുള്ളത് അതാണ് ചോദ്യം. അവിടെ നിന്ന് വരും, നമ്മൾ ഉത്തരം അങ്ങ് പറയണം. മൈനസ് പോയിന്റ് ഉണ്ട്. അത് ആദ്യം തന്നെ പറഞ്ഞേക്കാം, മൈനസ് പോയിന്റ് ഉണ്ട്. ഇവന്മാരെ കൈ ഇങ്ങനെ 24 മണിക്കൂർ അങ്ങനെ തന്നെ. അത് അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. എന്താ എല്ലാവരും മക്കൾ നോക്കുന്നത് ഇന്ത്യയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തായിക്കോട്ടെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഡയലോഗ്സ് ആയിരിക്കും ഇവിടെ പറയുന്നത്. അത് ചിലപ്പോൾ ഏത് കാറ്റഗറി ആവാം, അല്ലെങ്കിൽ സ്പോർട്സ് ആവാം, മൂവീസ് ആവാം, ആക്ടർ, അല്ലെങ്കിൽ എന്തുവാണ്, ഏത് ഇതാവാം. മനസ്സിലായോ? ട്രൂ ആയിട്ട് നമ്മുടെ ഡോം അവിടെ ഉണ്ട്. ഡോം ആയിരിക്കും ആ ഡയലോഗ് പറയുന്നത്. ഓക്കെ, ആ ഡയലോഗ് കേട്ട് അത് ആരുടെ ഡയലോഗ് ആണെന്ന് പറയണം. തെറ്റുത്തരം പറഞ്ഞാൽ മൈനസ് പോയിന്റ് ഉണ്ട്, ശരി ഉത്തരം പറഞ്ഞാൽ 1 പോയിന്റ്, തെറ്റുത്തരം പറഞ്ഞാൽ -1 പോയിന്റ്. ഓക്കെ, കേട്ടല്ലോ? എല്ലാരും കേട്ടല്ലോ? ഓക്കെ അല്ല, സെറ്റ് അല്ലേ? അതാണ് കളി. അതാണ് കളി. ക്രൂ അവിടെയാണ് കളിക്കാൻ വേണ്ടി പോകുന്നത്. അത് ആ രീതിയിൽ പറഞ്ഞാൽ മാത്രം ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഗൈസ്, അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻസ് എല്ലാം റെഡിയാണ്, നമ്മളെല്ലാം റെഡിയാണ്. ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, നമ്മൾ റോഡ് ടു 1 million സബ്സ്ക്രൈബേഴ്സ് ആണ്. ഗൈസ്, ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Two things are infinite: the universe and human stupidity. And I am not sure about the universe. എന്നാ പിന്നെ തോർ. മലയാളത്തിൽ കൺവേർട്ട് ചെയ്യാതെ അല്ല ബ്രോ എന്താ പിന്നെ അല്ലല്ല, അത് ഇംഗ്ലീഷിലുള്ള ഡയലോഗല്ലേ? നീ മലയാളം ഇംഗ്ലീഷ് ആക്കിയതാണോ? അല്ലല്ല, ഇംഗ്ലീഷിലുള്ള ഡയലോഗ് തോറല്ല, മറ്റേവന്റെ പേരാണെന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞോണ്ടാ. അല്ലല്ല, തോറല്ല, മറ്റേവനല്ലേ തീവ്ര താനോസ്. ഇനി ചാൻസ് അയ്യോ, വേണ്ട നമ്മൾ പറഞ്ഞതാ, എന്നിട്ട് പറഞ്ഞല്ല ഇരിക്കട്ടെ മൈനസ്. ഇത് ഏതൊരു ഇനി മൈനസായി ഇന്ത്യയിലുള്ള ആളാണോ? അല്ല, ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞാണ് അല്ലേ? അതല്ലാതെ നിന്റെ മുഖത്ത് അതല്ലാതുള്ളത്. കൈവയ്ക്ക് പറയണം. എനിക്ക് അറിഞ്ഞൂടാ. കൈവക്കിട്ട് പറയണം. ഇന്നില്ല. നിങ്ങളുടെ മുഖം കണ്ടപ്പോ ഞാൻ ഇനി 3 റൗണ്ട് കളിക്കുന്നില്ല. എന്നാലും ഇത് ടാലിയാവും. 3 റൗണ്ട് കളിക്കേണ്ടിരുന്ന പോലെ കൂടുവോ? ഒന്നും ആവൂലല്ലോ. അങ്ങനെ ഞാൻ ഒരു എനിക്കൊരു ഐഡിയ ഇല്ല. അത് ഏതോ രാഷ്ട്രീയക്കാരൻ പറഞ്ഞാൽ തോന്നുന്നുണ്ട്. എന്താണ്? ഭീരുക്കൾക്ക് മരണം 1000 തവണ, ധീരന്മാരെ 1 തവണ. ആൽബർട്ട് ഐൻസ്റ്റീൻ രാഷ്ട്രീയക്കാരൻ. ആലുവയിൽ ഒരു എഡിസൺ ഉണ്ട്. കൂട്ടുകാരനാണ് അവൻ മറ്റേ മുട്ട വെച്ചേക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ -3, -1, 0, 0. ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Change that you wish to see in the world. ഒന്നുകൂടി പറഞ്ഞേ. 490 Change that you wish to see in the world. അല്ല പറയണ്ട. എന്നാലും ഒരാളുടെ പിതാവാണ്. എത്ര പിതാവുണ്ട്? മഹാത്മാഗാന്ധി. ഇന്ത്യയുടെ പിതാവാണ് മഹാത്മാഗാന്ധി. 0 തിരിച്ചു വന്നു. കടം തരും. ഗൈസ്, അപ്പൊ ഇവിടെ കൊമ്പൻ ശരിയാക്കിയിരിക്കുന്നു. ഉത്തരം മഹാത്മാഗാന്ധിയാണ് ഉത്തരം. 3000. ഓക്കെ ഗൈസ്, സോറി, -3000. അയ്യോ ഗൈസ്, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ് മാറ്റി മലയാളമൊക്കെ വരണ്ടേ നമ്മള് പാവങ്ങള്. Every action has an equal and opposite reaction. ഐസക് ന്യൂട്ടൺ. -2, 0, 0. ഓക്കെ, എന്നെ അറിയുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ആ സിനിമയിലല്ലേ പറയേണ്ടത്? സിനിമയിലെ ക്യാരക്ടറിന്റെ പേര്. ഏത് ക്യാരക്ടറാണ് പറഞ്ഞത് സിനിമയിൽ? ജാക്കി. പോടെ സ്റ്റീഫൻ നെടുമ്പള്ളി. അതിന് മുമ്പ് പറഞ്ഞിട്ടില്ലേ? അത് പഴയ എന്നെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്.
റോബോട്ടിക്സ് ഈസ് എ ലൂസിഫർ സിനിമയ്ക്കകത്തെ ഡയലോഗാണോ? ഒരാൾ സാഗറിലെ ജാക്കി, ഇയാൾ പറയാം ജാക്കി എന്ന്. ഏത് ജാക്കി? എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. -1 -1 0 0. ഇപ്പൊ എനിക്ക് ഓഡിയൻസിന് മുമ്പിൽ പറ്റിക്കാൻ പറ്റുന്നില്ല. -1 ഉണ്ട് എനിക്കും. നിനക്ക് -1 അല്ലേ? ഞാൻ ഇപ്പൊ സാഗർ ജാക്കി ഇവര് -1 പറഞ്ഞിട്ടോ. -1 0. നയന, നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ച് തുടരും. തുടങ്ങും. കൈവക്കി പറഞ്ഞു. സാഗറിലെ ബ്രോ ഡയലോഗ്സ് ഒന്നും ആരുതൽ ബ്രോ. ജാക്കി എന്ന് നേരത്തെ പറയല്ല ബ്രോ. സാഗറിലെ ജാക്കി എന്നറിയില്ല പേര്. പിന്നെന്തിന് ജാക്കി പോളെ. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ച് തുടങ്ങും. ജാക്കി എന്ന് സാഗറിന്റെ ശത്രു എന്ന് അല്ല, ഞാൻ വേറെ എന്താ ആലോചിച്ചിരിക്കുന്നത്. ഇത് ബാ, അടുത്ത പിന്നെ സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഇതില്ലാതെ ഞാനിപ്പോ കേറിപ്പോയനെ. ഓക്കെ ഗൈസ്, അത് വളരെ പെട്ടെന്നായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് മുണ്ട് ഉടുക്കാനും അറിയാം, വേണ്ടി വന്നാൽ മടക്കി കുത്താനും അറിയാം. ഇവിടെ ക്യാരക്ടർ നെയിം ജഗൻ തോമസ്. ജിതിൻ തോമസ്. ഇനിയില്ല. ഇനി ഇവരുടെ അവസരം കഴിഞ്ഞിട്ട് കൈവക്ക്. അറിയാവോ? ഇല്ല, എനിക്കറിയത്തില്ല. ഉത്തരം പറ. ഇനി നീ പറയണ്ട. ഇനിയൊന്നും ഇല്ല. ജിതിൻ രാംദാസ്. രാമദാസ് അല്ല, രാംദാസ്. എനിക്ക് മുണ്ടെടുക്കാനും അറിയാം, ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും അറിയാം. 0 0. ഇവിടെ -2 ഒറ്റ അവസരം. ആ അവസരം Guys, തെറ്റിച്ച അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് എഴുതാനല്ലേ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ സാറേ. ഞാനാ ഓക്കെ. പറഞ്ഞ ക്യാരക്ടറിന്റെ പേര് പറഞ്ഞ തൊരപ്പൻ കൊച്ചുണ്ണി. ശരിക്കും പേര്. സുരാജല്ല, പറഞ്ഞ അവസരം കൊടുത്താൽ മതിയായിരുന്നു. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. 1 0 -2 ഓ അടാ, മറ്റേ CD മൂസൊക്കെ മോനെ അത് ലോക്ക ഇത് പോര്. ഞാനാ പറ 1 2 3. രംഗ അല്ലേ? അല്ല രംഗണ്ണൻ. പറ, അവൻ പറഞ്ഞത് തെറ്റാ. ആണോ? അയ്യോ ഞാനും അത് തന്നെയാണ് പറയുന്നത്. 1 2 3 ഇപ്പൊ കഴിഞ്ഞ് താത്താ. ഇനി പറ. കൈവക്കരുതല്ലേ പറ. 1 2 3. നീ അല്ലല്ല, ഉത്തരം എന്താ? ഷമ്മി. എടാ ഷമ്മി. സിനിമ മാറിപ്പോയി. അയ്യോ രണ്ടുപേരും ക്യാരക്ടർ. 4 പേർക്ക് മൈനസാ. ഞാൻ എടാ മോനെ എന്നുള്ളത് ഇതല്ലേ? എടാ മോനെ അല്ല, മറ്റേ അതവന് കയ്യിൽ നിന്നിട്ടാട്ടോ എടാ മോനെ എന്നുള്ളത്. അല്ല ആ സിനിമ എടാ മോനെ അത് ലോക്ക. അത് ലോക്ക. ഇങ്ങോര് -3 -1 0 0. ആ ഗൈസ്, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നമുക്കൊരു ടൈം ഉണ്ടാ. ഫുള്ള് പറ. അറിയില്ല, അതൊരു ആലോചിക്കല. 1 2 3. ആലോചിച്ച പൊക്കാനും ആകുമ്പോ തരത്തില്ല. അത് ഞാൻ കൈ പൊക്കിട്ട് പറയും. ആ പറ. 1 2 ജോർജ് ഏട്ടൻ. അല്ല മറ്റേ ചാണകത്തിന്റെ മറ്റേ പടമില്ല. ചാണകമല്ല, മറ്റേ ആനപ്പിണ്ടത്തിന്റെ. അതാ അങ്ങനല്ല. എടാ ഓ ഇതിപ്പോ ഇപ്പഴാണ് കിട്ടിയത്. ഇല്ല അത് കിട്ടൂല. അത് കിട്ടൂല. കാരണം പോയിന്റ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് കിട്ടില്ല. ഈസിയാണ് സംഭവം. ജോർജ് ജയേട്ടൻ. ജയസൂര്യയുടെ ജയേട്ടൻ. സൂപ്പർ. ഇതിന്റെ അടങ്ങിയിരുന്ന എനിക്ക് കിട്ടിയൂടാ. ഷാജിയേട്ടൻ. എനിക്ക് പറയട്ടെ. ജോയ് ആണോ? ജോയ്. അല്ലേ? ജോയ് താക്കോൽക്കാരൻ. ശരിയാണ്. നത്തിങ് ഇസ് ഇമ്പോസിബിൾ. നമുക്കൊരു ടൈം ഉണ്ടാ. ഗൈസ്, അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ. പെമ്പിള്ളേരായ കുറച്ച് അടക്കവും ഒതുക്കവും ഉണ്ടാകണം. അതെങ്ങനെ നീ ആണാണോന്ന് എനിക്ക് സംശയമുണ്ട്. അയ്യോ, എന്തിനാണ് ഞാൻ പൊക്കിയത്? അയ്യോ പോയടാ. 3 എനിക്ക് 3 അല്ല 1 1 2 3 0 മൈനസ്. അത് നടീന്റെ പേരും കിട്ടി, നടന്റെ പേരും കിട്ടി. നടിയുടെ പേര് എനിക്കറിയത്തില്ല. പക്ഷെ ക്യാരക്ടറുടെ പേരാണല്ലോ. ഏതാ സിനിമ എന്ന് പറയട്ടെ. ശത്രു. പോടെ -1 അല്ല. ശത്രു ആരാ? അത് ഏത് സിനിമയിലാ? തെങ്കാശി പട്ടണല്ലേ? ഇത് വെട്ടത്തിലെയാ?
അറിയോ ഇല്ല പിന്നെ സമ്മതിച്ചില്ലേ ഇത് ഓർമ്മയുണ്ട് ഞാൻ സമ്മതിച്ചില്ലേ ആലോചിക്കാൻ സമയമൊന്നുമില്ല പിന്നെന്താ അത് പിന്നെ നിങ്ങൾക്ക് രാമൻകുട്ടി. ടു കൺട്രീസ് അല്ലേ കല്യാണരാമൻ ഗൈസ് അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Violence. I don't like it. Full പേര് പറ. Violence like Full പേര് പറ. റോക്കി ബൈ Take tea. റോക്കി ബൈ അല്ലേ പറഞ്ഞേ അതാ കൈ നോക്കിയായിരുന്നു റോക്കി എന്നല്ലേ അല്ല പോയി ഒറ്റ ചാൻസ് ഉള്ളൂ. ഞാൻ പൊക്കില്ല ഞാൻ തല കമന്റ് വരും കള്ളം കളിച്ചത് പൊക്കിക്കോ. എനിക്ക് ഓർമ്മയില്ലേ ഞാൻ മിണ്ടില്ല ആലോചിച്ചോക്കടാ റോക്കി തന്നെയാണ്. KGF ല് റോക്കി തന്നെയാണ് അവന്റെ ക്യാരക്ടർ വേറെ റോക്കി ബായ് എന്നല്ല, അവൻ ബ്രാൻഡായിട്ട് പേര് റോക്കി എന്നുള്ളത്. ഓ ശരിയാ ഉണ്ട് അതിനകത്ത് തിരിയുന്നുണ്ട്. ആടാ മറ്റേ ഇതില് ഞാൻ ഒരു ഗസ് അടിക്കാണ്. ഒരു എൽഡോറാഡോ എന്നുണ്ടല്ലേ അതിന് ശേഷം പേര് പറയുന്നുണ്ടാ സത്യം. പിന്നെ ഞാൻ പറഞ്ഞു ഗസ്റ്റ് അടിക്കാനൊക്കെ വന്നപ്പോ ഞാൻ ഇതിന്റെ തുമ്പത്ത് ഇതിപ്പോ ഒരുമാതിരി അങ്ങ് സൂര്യവംശന്റെ അതല്ലേ, അത് മറ്റേ പുള്ളിക്ക് അല്ല പോലീസ് സ്റ്റേഷനിൽ ആ ചെറുക്കൻ പറഞ്ഞ സീനിലുണ്ട്. അത് സ്ഥലത്തിന്റെ പേരാണോ? അതിന് ശേഷം പറയുന്നുണ്ടാ ഞാൻ ആ പേരും കൂടെ ഉള്ള ഗോൾഡ് കൂട്ടി എന്തെങ്കിലും സാധാ ഒരു പേരാ, സ്വർണ്ണ കൈ സാധാ പേരാ. എനിക്ക് കൈ പൊക്കിയനി. അപ്പൊ തോറ്റി എല്ലാരും തോറ്റു. മൈനസ് 3 മൈനസ് ഇവിടെ മൈനസ് ഇല്ല. പറ രാജകൃഷ്ണപ്പ ഭൈര്യ. പേരേ കിട്ടാനില്ല. അടുത്ത ക്വസ്റ്റ്യൻ കോളനി അല്ല, അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിൽ ഞാൻ പൊക്കും. ബിലാല്. അല്ല അവിടെ സെക്കൻഡ് ബിലാലാ? പിന്നെന്താ? നീ എന്തിനു പറയാൻ പോയി? മമ്മൂട്ടിയാ. ബിലാൽ ജോൺ കുരിശിങ്കൽ. അടുത്ത ക്വസ്റ്റ്യൻ. അവന്റെ മകനും ഇവന്റെ മകനും മറ്റവന്റെ മകനും. പെട്ട് ക്യാരക്ടർ പേര് അറിയില്ല. ഞാൻ പൊക്കില്ല പൊക്കി പറഞ്ഞ ഇട്ടി ഞാൻ ഓൾറെഡി ഇവന്റെ മകനും കൂടിയാണ് ഇപ്പൊ പൊക്കില്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഇവിടെ എന്റേതായ സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന സ്ട്രെസ്സിനിടയിൽ 3 or 4 ബിരിയാണി കൂടുതൽ കഴിക്കും. ബാക്കി നിങ്ങൾ നിവിൻ പോളി. നിവിൻ തെറ്റ്. നവീൻ പൊളി എന്നല്ലേ? എനിക്കറിയോ? അറിയില്ല. നിതിൻ മോളി. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാടാ സിക്സ് പാക്ക്? പിന്നെന്താ? പിന്നെ 3 സെക്കൻഡേ ഉള്ളൂ. അത് കഴിഞ്ഞു. ഞാൻ പറയട്ടെ അജു പോയില്ലേ രണ്ടുപേരും ഭാഗ്യം. തോറ്റാ? കേന വിനോദ്. ഞാൻ പറഞ്ഞ വാ വെച്ചിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കൊച്ചിയിലോക്കെയാടാ. ഞാൻ ലോക്കിയത്തില്ല, അതെനിക്ക് അറിയത്തില്ല. കൊച്ചി ലോക്കിയടാന്ന്. ഹണീബി, ലാല് അറിയാവോ? അയ്യോ അതായിരുന്നു ഞാൻ സെൽഫ് പ്രൊമോഷൻ അങ്ങനെ അർജുൻ അല്ലല്ല ഫോട്ടോ പൊമേറോ. ആരെല്ലാം തോറ്റു. മൈക്കിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പൊങ്ങണില്ല എന്ന് വിളിച്ചേണ്ട വല്ലവരും കേട്ടാ എന്താ വിചാരിക്കുക? ജയ് ഹനുമാൻ. എന്തോ ഞാൻ എന്താ വരുന്നേ? ഇത് സിനിമയും കിട്ടി, ആളെയും കിട്ടി. കല്യാണരാമൻ, ഇന്നസെന്റ്. അപ്പയോ എല്ലാവർക്കും പറഞ്ഞു തന്നില്ലേ? ഇനി പേരെങ്കിലും പറ, ഇനി പേര് പറ. മിസ്റ്റർ പോഞ്ഞിക്കര. ശരി പോട്ടെ കേറി പോട്ടെ. എത്ര മൈനസ്? 4 -4. ഓക്കെ. സോ ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ജാവ സിമ്പിൾ ആണ്. പവർഫുൾ. ഭയങ്കര പവർഫുൾ ആണ്. അതൊന്നും കിട്ടാൻ പോണില്ലല്ലേ? ഏത് സാറ്? തോറ്റു. ഞാൻ തോറ്റു. പവർഫുൾ ആണ്. അവസരം കിട്ടിക്ക് അത് പോയി 2 പോയിന്റ് ഉറക്കാനല്ലേ? അപ്പൊ പറയണേ പറഞ്ഞോ. വിനയ് അല്ല. ഇനി എന്തോ കാണിക്കാനായിട്ട് എന്നോട് മൂപ്പിച്ചേ ഇതൊക്കെ ഓരോ ടെക്നിക്ക്. ആറായിരിക്കും അവിടെ നമ്മുടെ ചാനൽ ആദ്യത്തെ ഇത്ര മൈനസ് പോയിന്റ് എല്ലാരും എനിക്ക് ക്യാരക്ടറിന്റെ പേരെന്ന് അറിയില്ലേ? ഞാൻ പൊക്കി. അവർ ബിനു സാർ. അല്ല. ബിനു സാറാ അയച്ചു പാടേ. എടാ ഞാൻ ബിനു എന്ന് പറഞ്ഞു. അല്ല ബിനു ബിജു അല്ലേ? ബിജു അല്ല നീ എന്താ പറയുന്നത്? ഇല്ല പറ. അല്ല മൈനസിൽ ബിനു എന്ന് പറഞ്ഞപ്പോ വിനു ആണ്. വിമൽ. വിമൽ. ഗൈസ് അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ആ ആ ആ ഊ ആ ആ പെണ്ണിന്റെ പേര് പറ. ഹനുമാങ്കൈന്റെ അതല്ലേ അത് ഏത് സിനിമയിലാണ് പാട്ട് കോപ്പ ഏറ്റു പാടേ. പെണ്ണ് പറയില്ലേ ഊ ആ ഊ ആ ഹനുമാങ്കൈന്റെ പാട്ടില്ല. ആ, നാ, 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 നാ. ഞാനതല്ലേ ചിന്തിച്ച. അപ്പോ ഞാൻ തോറ്റു. എല്ലാം തോറ്റാ പറ എസ്കോട്ടോ ആ പെണ്ണിന്റെ പേരാണോ സിനിമത്തെ? നീ ഇവിടെ നിന്ന് ഈ വണ്ടി കൊണ്ട് പോകാമെന്ന് വിചാരിച്ചോ? പാണ്ടി കരിമ്പാറ. ആരാന്ന് മനസ്സിലായി, പക്ഷെ ഏത് മുട്ട? മുട്ടയൊന്നല്ല, അത് ഞാൻ ഇത് പറഞ്ഞില്ല, എന്നിട്ട് പറയാനല്ലേ. ഞാൻ വേണേ നടന്ന പേര് പറഞ്ഞ ലാലു അലക്സാം. പിന്നെ മൊട്ടയായിട്ടിരിക്കുവായിരുന്നു. Shall I remind you something? It is quite unbecoming an officer. I pity you for the dirty game you have played in this case, that of a manipulator. A police officer is supposed to be a watchdog of justice and servant to the society, but instead you behaved like a barking mad dog to wreak vengeance against your family enemy, a law-bearing citizen and an ex-judicial officer who always gave predominant consideration for his office than any personal relationship or personal bondage by incriminating loyal soul, provided that you are ashamed to the total police force of the country, your honor. ഇതിനാണെങ്കിൽ പിന്നെ അങ്ങനെ ആരോട് പറഞ്ഞു. പാണ്ടിപ്പട അപ്പോ സോ അത് എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ പറഞ്ഞുതരാം. സിനിമന്റെ പേര് മമ്മൂട്ടിയുടെ ആണ് ഡയലോഗ് പറയുന്നത്. സിനിമന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അതിലത്തെ വിളിപ്പേര് എനിക്കറിയാം, പക്ഷെ വിളിപ്പേരല്ല ഇരട്ടപ്പേരെന്ന് അറിയാം, പക്ഷെ ക്യാരക്ടറുടെ പേര് അറിഞ്ഞൂടാ. മമ്മൂട്ടി വക്കീലായിട്ടുള്ള പടമാണ്. എടാ മമ്മൂട്ടി വക്കീലായിട്ട് സെയിം ആയിട്ടുള്ള പടമാണ് അത്. അതൊരു പവർഫുൾ വക്കീലാണ്. അതുപോലെ തന്നെ ഏതാണ് 2020 പിടികളെ അവൻ തന്നെയാണ് അത്. ആ സിനിമന്റെ ബാക്കിയാണ് 2020 അല്ലടാ, മറ്റേ ഇതാണ് 50 അല്ല 50 50-50 ആ 50-50 അല്ല 100-100 50-50 അവര് എല്ലാരും കൂടെ ഉള്ള പടം വേറെ ഉണ്ടല്ലോ. 2020 തന്നെ. നന്ദഗോപാൽമാരാണ്. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം മൃഷ്ടാനം വെട്ടി വിഴുങ്ങി ഏമ്പക്കും വിട്ട് ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടന്നു തന്നെ ഇയാളെയും പോലെയുള്ള പരമനാറികൾക്ക് അപേക്ഷിച്ച് എനിക്ക് തരില്ല. ഭരത്ചന്ദ്രൻ. ഇവിടെ ഞാൻ പറയാൻ വേണ്ടി വരുമായിരുന്നേ, പക്ഷെ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ. ഭരചന്ദ്ര IPS അയ്യോ എനിക്ക് കിട്ടി, പക്ഷെ ബട്ട് എന്തിനാ ഡൗട്ട് പറയണം? ആ ഉച്ചിഷ്ടം അമേദ്യം കിട്ടിയപ്പോ എനിക്ക് സാധനം കിട്ടി, പക്ഷെ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യർ ഉള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു അതെ, സിനിമ ഞാൻ വേണേ പറഞ്ഞുതരാം. എന്നുള്ള വിശ്വാസം ക്യൂവിൻ ഇവിടെ നിന്ന് വന്നു. അതിനകത്ത് ഇവൻ പറയുന്നു. ആ വിശ്വാസവും ഈ നാട്ടിലെ സലീം കുമാർ മറ്റേ കോടതി അല്ല പൃഥ്വിരാജ് പറയുന്നത് അല്ലേ? അല്ല സലീം കുമാർ അവിടെ പറഞ്ഞു. ആ പെണ്ണിനെ മറ്റേ പീഡിപ്പിച്ചത് ഞാൻ പറഞ്ഞ സിനിമയാണ്, പക്ഷെ അവന്റെ പേരെന്ത് ഫേമസ് ശരിക്കാണ്ട് ഇതൊക്കെ അടിച്ച ഒരാളുണ്ട്. അത് കിട്ടൂല. പൃഥ്വിരാജാണ്. അയ്യോ ഇത് മറ്റേതാ, ഓഫീസറെ പുള്ളിക്കാരൻ. ഇത് മറ്റേതാ അസമയം സ്കീമാണ്. അരവിന്ദ് സ്വാമിനാഥൻ. അപ്പൊ ആരും വരാത്ത സ്ഥിതിക്ക് അടുത്ത ക്വസ്റ്റ്യൻ. രണ്ടുപേരുടെയും പേര് പറയണേ. നല്ല മാർക്ക് കിട്ടുള്ളൂ. നല്ല പറഞ്ഞിട്ടുള്ളൂ. സാധനം കയ്യിലുണ്ടോ? ദാസനും വിജയനും അല്ല. പിന്നെ ദാസനും വിജയൻ. ഞാൻ തോറ്റു. വിജയനും രാമദാസൻ. ക്യാരക്ടർ നെയിം രാമദാസ്. ഗായ്സ്, അപ്പൊ ഈ ഒരു ചാലഞ്ചിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ലുക്കില്ലെന്ന് ഭയങ്കര ബുദ്ധിയാ. അതൊക്കെ സിനിമ ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. അയ്യോ, ഞാൻ നോക്കി. തോമ സൗണ്ട് തോന്നല്ലേ? സൗണ്ട് തോന്നേ അതെ അല്ല. സൗണ്ടൊന്നുമില്ല. എടാ അയ്യോ, പേര് പറഞ്ഞ മേരിക്കുണ്ടൊരു പിന്നാട് അതിത്തെ ക്യാരക്ടറാ. അതിൽ തന്നെ കൺവിൻസിങ് സ്റ്റാർ ആവാനാണ് എല്ലാരും തെറ്റിച്ചിട്ട് പറഞ്ഞോട്ടെ. എന്തായാലും എന്റെ തെറ്റി. അതിനകത്തുണ്ട് ബിജുമേനോട് പറയുന്ന ഡയലോഗാണ് വന്നിട്ട്. ബിജുമേനോട് പറയുന്ന ഡയലോഗ് എന്തോന്നാ സിനിമ പേര് അറിയോ? ആ സിനിമ പേര് പറഞ്ഞോളൂ. മീശ മാധവൻ. ഞാൻ പറയാ, അല്ലടാ. ഞാൻ പറഞ്ഞേരട്ടാ.
ഞാൻ ഹരിദർശനം പറഞ്ഞല്ലോ മറ്റേ സലീം കുമാറല്ലേ? വക്കീല് 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 വക്കീല വക്കീല വക്കീല. എനിക്ക് പോലീസ് സ്റ്റേഷൻ കൂടെ ഒക്കെ കേട്ടോ ഒക്കെ ക്യാൻസൽ വേറെ എല്ലാരും ആലോചിച്ചോ. അതൊക്കെ ആ സിനിമ വെച്ചപ്പോ 1-2 വട്ടം മാത്രമേ അങ്ങനെ പേര് വരുന്നുള്ളൂ. ശ്രദ്ധിക്കുന്ന ക്യാരക്ടറല്ല, ശ്രദ്ധിക്കുന്ന ക്യാരക്ടറാണ്. പക്ഷെ പേര് ശ്രദ്ധിക്കൂലെന്ന്, അതാ ഉദ്ദേശിച്ച ശ്രദ്ധിക്കുന്ന ക്യാരക്ടർ. എന്റെ പേരെന്താ? അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി. ശരിയാ. എന്താ ശ്രദ്ധിക്കാത്തത്? നല്ല ശ്രദ്ധിക്കുന്ന എന്നാ പറഞ്ഞ ആദ്യം? മാധവന്റെ തേങ്ങ. പിന്നാടി വരെ നമ്മള് പോയി. അപ്പൊ നമുക്ക് പോയിന്റ് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കാം. പറയൂ. -5 പോയിന്റ്. -8. -9. കറക്റ്റ് ആയല്ലോ. ഇഷ്ടപ്പെട്ട നമ്പർ ഞാൻ എല്ലാ കളിയിലും എനിക്ക് 9 എന്നാ പറയുന്നത്. -6 ഇവിടെ -3 പ്ലസ് പോയിന്റ് ഒന്നുമില്ല. മൈനസ് ആണെങ്കിലും ചാർലിയാണ് ഏറ്റവും കൂടുതൽ മൈനസ് പോയിന്റ് ഉള്ളത്. കുറവ് മൈനസ് പോയിന്റ് ഉള്ളത്. ചാർലി ഇസ് ദ വിന്നർ ഓഫ് ഹൂസ് എഡിറ്റ് ചാലഞ്ചില്. ഏറ്റവും കൂടുതൽ മൈനസ് പോയിന്റ് ആയിട്ട്. അപ്പൊ ഇന്ന് ചാർലിയുടെ ട്രീറ്റ് ആയിരിക്കും ഞങ്ങൾക്ക്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ചാലഞ്ച് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ നമ്മൾ അതുവരെ